JS നേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുളക് തൈ മാറ്റി നടുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. പച്ചമുളകിൻ്റെ തൈകൾ ഏത് സമയം, അതായത് ഏകദേശം എത്ര ഇല വന്നിട്ട് മാറ്റി നടണം, അതുപോലെ തന്നെ എങ്ങനെ മണ്ണൊരുക്കാം എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. JS നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഴക്കാലത്ത് നമുക്ക് വീടുകളിലൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന പച്ചക്കറികളിലൊന്നാണ് പച്ചമുളക്, ചീര, വഴുതന, പാവക്ക, വെള്ളരി തുടങ്ങിയ വിളവുകളൊക്കെ. പച്ചമുളകിൻ്റെ വിത്ത് പാകാനായിട്ട് നമുക്ക് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഈ 3 പോട്ടി മിക്സ് തന്നെ ധാരാളമാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് വിത്ത് പാകിയാൽ തന്നെ നമുക്ക് ഹെൽത്തി ആയ നല്ല പ്ലാന്റ്സുകൾ കിട്ടും. മുളക് സീഡ് പാകുന്ന സമയത്ത് അത് ഉറുമ്പ് വന്ന് എടുത്തു കൊണ്ടുപോകാതെ നോക്കണം. നന്നായിട്ട് ഉറുമ്പ് വന്ന് കൊണ്ടുപോകുന്ന ഒരു സീഡാണ് മുളകിൻ്റെ വിത്തുകൾ. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. വിത്ത് പാകി 5-6 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ വിത്തുകളിൽ നിന്നും മുള വന്ന് തുടങ്ങും. വിത്ത് മുളച്ച് ഏകദേശം 4 ഇല അല്ലെങ്കിൽ 6 ഇല പ്രായമായി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റി നടാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ട്രേകളിലും അതുപോലെ തന്നെ ചെറിയ പാത്രങ്ങളിലുമാണ് സീഡ് പാകി മുളപ്പിച്ചിട്ടുള്ളത്. ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അതിനനുസരിച്ച് പാത്രങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ മുളപ്പിച്ചിട്ടുള്ള തൈകളെല്ലാം എല്ലാം ഒരേ പച്ചമുളകിൻ്റെ ഇനത്തിൽപ്പെട്ടതല്ല കേട്ടോ. 2-3 തരത്തിലുള്ള പച്ചമുളക് തന്നെ ഈ ഒരു തൈകളിലുണ്ട്. മുളക് തൈകളെല്ലാം ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി നടാനുള്ള മണ്ണൊരുക്കേണ്ടതുണ്ട്. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ ചട്ടികളിലോ ആയിട്ട് നമുക്ക് മണ്ണൊരുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം ഗ്രോ ബാഗിനെ അനുസരിച്ചുള്ള ആ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ചാക്കുകളാണ്. മണ്ണൊരുക്കി കഴിഞ്ഞ് ഈ ഒരു സമയത്തിന് നമുക്ക് മാറ്റി നടാനായിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 10 ദിവസത്തോളം നമ്മളിങ്ങനെ മണ്ണ് ഒരുങ്ങി വെച്ചിരിക്കണം. അതായത് ദിവസവും നനച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ മഴയത്ത് വെച്ചാലും കുഴപ്പമില്ല. മഴക്കാലം ആയതുകൊണ്ട് മഴയത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പറിച്ച് നടാനുള്ളൊരു പ്രായമായി കിട്ടും. എല്ലാ പച്ചമുളകിൻ്റെ തൈകളും ഒരു 4 ഇല 6 ഇല ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കഴിയും. ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കാൻ ഉപയോഗിക്കേണ്ടത് പോട്ടി മിക്സ് എന്ന് വെച്ചാൽ ചാണകപ്പൊടി മണ്ണ് മാത്രം മതി. തൽക്കാലം ഏകദേശം ഗ്രോ ബാഗ് മുഴുവനായിട്ട് നിറക്കാൻ പാടില്ല. ഏകദേശം ഒരു അര ഭാഗം മാത്രമാണ് ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ മുളക് വളർന്ന് വരുന്നതോടുകൂടി നമുക്ക് കൂടുതൽ വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അതിനെ പൊതയിട്ട് കൊടുക്കണം, അതുപോലെ തന്നെ ലിക്വിഡ് വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ കൂടുതൽ വളപ്രയോഗങ്ങൾ മുരടിപ്പൊന്നും വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളൊരു പകുതി ഭാഗം മാത്രം ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കുന്നത്. ഏകദേശം ഗ്രോ ബാഗുകളിലൊക്കെ ഇങ്ങനെ പകുതി മണ്ണ് നിറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ചാരം വിതറി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചാരം വിതറി ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തോളം ഇങ്ങനെ വെച്ച് കൊടുക്കണം. ദിവസവും തന്നെ നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ണിലെ അമ്ലത്വം നിലനിർത്താൻ വേണ്ടിയാണ്. അതിലെ വേര് പിടിക്കാതിരിക്കാനുള്ള കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോവാൻ വേണ്ടിയാണ് നമ്മൾ ചാരം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുമ്മായം യൂസ് ചെയ്താലും മതി. അതിൽ മണ്ണിൽ മിക്സ് ചെയ്ത് അങ്ങനെ വെച്ച് ഒരു 10 ദിവസം അങ്ങനെ വെച്ചാലും മതി. കുമ്മായം യൂസ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ മുളക് ചെടികളൊക്കെ ഏകദേശം ഈ ഒരു രൂപത്തിലെത്തിയിട്ടുണ്ട്. ഏകദേശം മാറ്റി നടാനുള്ളൊരു പ്രായപരിധിയിൽ എത്തിയിട്ടുണ്ട്. ഈ മുളക് ചെടികളെല്ലാം 4 ഇല 6 ഇല വരെ എത്തിയിട്ടുണ്ട് എല്ലാ ചെടികളും. മുളക് തൈ നടേണ്ട ഗ്രോ ബാഗ്സുകളെല്ലാം അവിടെ മണ്ണ് പകുതി നിറച്ച് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 ദിവസം 12 ദിവസത്തോളമായി നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മുളക് ചെടികളെല്ലാം അതിലേക്ക് മാറ്റി നടാം. മാറ്റി നടുന്ന സമയത്ത് ഏകദേശം എല്ലാ ഗ്രോ ബാഗുകളിലും ചെറിയ കുഴികളാക്കി അതിനകത്ത് ചകിരി കമ്പോസ്റ്റ് നിറച്ച് ആ ഭാഗത്താണ് നമ്മൾ ഈ മുളക് തൈ എല്ലാം നടുന്നത്. ഈ ചകിരി കമ്പോസ്റ്റ് നിറക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് ഏകദേശം ഈ ചെടി ഒന്ന് പിടിച്ചു കിട്ടുന്നത് വരെ, വേര് പിടിച്ചു കിട്ടുന്നത് വരെയുള്ള എല്ലാ വളങ്ങളും അതുപോലെ തന്നെ എല്ലാ മൂലകങ്ങളും അതിലടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മുളപ്പിക്കുന്ന ചെടി നടുന്ന സമയത്ത് ഈ ഒരു പോട്ട് മിക്സ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നടുന്നത് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ചെടികളും തന്നെ പിടിച്ചു കിട്ടും. മണ്ണിൽ ഏകദേശം വേരൊന്നും നശിച്ചു പോകില്ല, പ്ലാന്റ് ഒടിഞ്ഞു പോകില്ല, വാടി പോകുകയൊന്നും ചെയ്യില്ല. എല്ലാ പ്ലാന്റും ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റും പിടിച്ചു കിട്ടും മണ്ണിൽ.
ഇങ്ങനെ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് ഏകദേശം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഏകദേശം ഇനി മുതലാണ് നമുക്ക് പരിചരണം കുറച്ച് കൂടുതലായിട്ട് കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുളക് ചെടികൾക്ക് എപ്പോഴും മുരടിപ്പ് രോഗം വരാനുണ്ട്, അതുപോലെ തന്നെ വെള്ളീച്ച പോലുള്ള ശല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കെയറിങ് കൊടുക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളീച്ചയെ തുരത്തേണ്ട കീടനാശിനികൾ, അതുപോലെ തന്നെ വളപ്രയോഗങ്ങൾ, ലിക്വിഡ് വളമായിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട്, അതായത് ഇനിയും കൂടുതൽ വിവരങ്ങൾ വേറൊരു പാർട്ടായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഈ പ്ലാന്റ്സ് വലുതായതിനു ശേഷം വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് എല്ലാ വിവരങ്ങളും പറയാൻ കഴിയും. അപ്പോൾ ജയസ് നേച്ചറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.